ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വചനം വായിച്ച് നോക്കിയാലോ. ഭൂമിയിലെ പൂഴി കൊണ്ട് മെനഞ്ഞെടുത്ത രൂപത്തിൽ ദൈവത്തിൻ്റെ ശ്വാസം നിറഞ്ഞപ്പോഴാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് മനുഷ്യ സൃഷ്ടിയുടെ വിവരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. വേറൊരു വചനം പറയുന്നുണ്ട്, തിന്നരുത് എന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കുകേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെടുന്നതായിരിക്കും. നമുക്ക് നോക്കാം. മണ്ണിലേക്ക് മടങ്ങുന്ന ശരീരം വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നും വിഭൂതി നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അടയാളമാണ് നെറ്റിയിൽ വരയ്ക്കുന്ന കുരിശ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കും മഹത്വത്തിലേക്കും മനുഷ്യനെ ഉയർത്തിയത് യേശുവിൻ്റെ കുരിശുമരണം വഴിയാണ്. ആ കുരിശിൻ്റെ മുദ്ര പേറുമ്പോൾ പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് ദൈവമക്കളുടെ ജീവിതശൈലി അനുവർത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് വിഭൂതി തിരുനാൾ. പൊടിയിലേക്ക് മടങ്ങുന്ന നീ വീണ്ടും അമർത്യനായി ഉയർത്തെഴുന്നേൽക്കും എന്നും ഓർമ്മിക്കണം. മർത്യശരീരം മണ്ണടിയുമ്പോഴും ഞാൻ എന്ന വ്യക്തി ദൈവത്തോടൊന്നിച്ച് എന്നേക്കും സന്തോഷത്തോടെ ജീവിക്കും. ഓക്കെ, താങ്ക് യു.